ഹലോ, അപ്പോൾ നമുക്കിന്നൊരു നാടൻ പിഴിഞ്ഞു പുളിയുടെ റെസിപ്പി കണ്ടാലോ? ആദ്യം തന്നെ പാൻ ചൂടാക്കുക. അതിനകത്തേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഒരു 10 എണ്ണം മതിയാകും. അതൊന്ന് ചൂടാകുന്നവരെ നമ്മൾ ഒന്നും ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫാക്കാം. പിന്നെ വേണ്ടുന്ന ഐറ്റംസ് നമുക്ക് ചൂടാക്കി വെച്ച വറ്റൽമുളക്, വെളുത്തുള്ളി, കുഞ്ഞുള്ളി, കാന്താരിമുളക്, കറിവേപ്പില. അപ്പോൾ കാന്താരിമുളക് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കാന്താരിമുളക് എടുക്കുക. എനിക്കിവിടെ ഈ ഒരു കാന്താരിമുളകാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മിക്സിയിലാണ് ഉള്ളവർക്ക് അതിൽ ചതച്ചെടുക്കാം. മിക്സിയേക്കാൾ കൂടുതൽ ടേസ്റ്റ് നമുക്കൊരു ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു പരുവം വരെ ചതച്ചെടുക്കുക. കറിവേപ്പില ചതയ്ക്കണ്ട കേട്ടോ, ബാക്കി ഇത്രയും ഐറ്റംസ് മാത്രം നമുക്ക് ചതച്ചാൽ മതി. അതോടൊപ്പം തന്നെ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇത്ര ഐറ്റംസ് നന്നായിട്ട് ചതച്ചെടുക്കുക. ചതച്ചെടുത്തതിന് ശേഷം നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. അതിനുശേഷം ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഓയിൽ വേണം ഇതിന്. അപ്പോൾ നല്ല രീതിയിൽ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ കുഞ്ഞുള്ളി ചതച്ചതുണ്ടല്ലോ, ചതച്ച് വെച്ചേക്കുന്ന കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ കുഞ്ഞുള്ളിയാണ് ചേർക്കേണ്ടത്. അത് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നല്ല രീതിയിൽ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അതും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കാന്താരിമുളക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം ഓരോന്നായിട്ടേ നമ്മൾ ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ അതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ലാസ്റ്റ് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓയിൽ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ കായം കൂടെ ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ കട്ടക്കായമാണ്. നിങ്ങൾക്ക് പൊടിക്കായം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതെടുക്കുന്നത് കട്ടക്കായമാണ്. അതിനുശേഷം ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചേക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം ആവശ്യമായിട്ടുണ്ട് ആ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർക്കുന്നത്. ഇപ്പോൾ മൊത്തത്തിൽ ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ലാസ്റ്റ് പൊടികളൊക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്യും. ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. കാരണം ആ ഒരു ചതച്ച് വെച്ചതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഇറങ്ങണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മളുടെ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി അത് ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇനിയും എത്രയെങ്കിലും വെള്ളം വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നല്ല രീതിയിൽ ഇത് ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ വെക്കുക. നല്ല രീതിയിൽ തിളയ്ക്കണം. ഈ ഒരു പരുവം വരെ നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം മാത്രമേ ഗ്യാസ് ഓഫാക്കാവൂ. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി നാടൻ പിഴിഞ്ഞുപുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബൈ.